ഹലോ ഗായ്സ്, അങ്ങനെ ദേ ഞങ്ങൾ 1 ഇയർ കംപ്ലീറ്റ് ആവാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞ് 1 ഇയർ ദേ ആവാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മണാലി വീഡിയോസൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഹണിമൂണായിട്ട് പോയത് മണാലിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ കീപ് വാച്ചിങ്. For the rest of my life, I'll be with you. I'll stay by your side, honest and true, to the end of my time. I'll be loving you. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷൊർണൂരിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഷൊർണൂർ നമ്മൾ ഒരു 5:30 ആയപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി. അപ്പോൾ ഇത് ഷൊർണൂർ ടു ഡൽഹിയാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡൽഹിയിൽ എത്തുന്നു, പിന്നെ അവിടെ നിന്നാണ് പിന്നെ നമുക്ക് മണാലിയിലേക്കുള്ള യാത്ര. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ യാത്രയൊക്കെ അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ നമുക്ക് മണാലിയിലേക്കുള്ള ഈ പാക്കേജ് പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങൾ അവർ വഴിയാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, കുറച്ച് നമ്മൾ ഈസി കമ്പാർട്ട്മെന്റിലായതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡൊക്കെ ഫുഡ് നമ്മളധികം ട്രെയിനിലെ ഫുഡ് അത്ര കഴിച്ചില്ല. നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രെയിനിൻ്റെ തന്നെ ആപ്പാണ്, അതിനകത്ത് നമ്മൾ ഫുഡൊക്കെ ഡെലിവറി ചെയ്തത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കഴിച്ചു. നമ്മൾ കൂടുതലും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ മറ്റേ എന്താ പറയുക, മീറ്റൊന്നും അധികം കഴിക്കാണ്ടിരിക്കുക, കൂടുതലും വെജിറ്റബിൾസ്, അങ്ങനെ ആപ്പിൾസ് അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബെറ്റർ ആയിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ എത്താറായിട്ടുണ്ട്, ഒരു 1 hour. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് എത്തുന്നത്. ഒരു ഉച്ചയോട് കൂടിയാണ് നമ്മളവിടെ എത്തിയത് കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ കയറി ചെല്ലുന്ന സ്ഥലത്തൊക്കെ നിൽക്കാൻ പോലും സ്ഥലമില്ല, അതുപോലെ തിരക്കായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ഇനി മണാലി ബസ് കയറാനുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ പ്ലാറ്റ്ഫോം. ഇവിടെ ഇത്രയും പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രഷൊക്കെ ആയി ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു ടാക്സി വിളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ കയറിയിട്ട് നമുക്ക് ബസ് കയറാനുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് മണാലിയിലേക്ക് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഒരു 6:30-ക്കാണ് നമുക്ക് ബസ്സുള്ളത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇവിടെ അടുത്ത് കുറച്ച് സ്ട്രീറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടിബറ്റൻ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ ഫുഡും കഴിക്കാമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഇവിടെ അടിപൊളിയായിരുന്നു. ഒരു സ്ട്രീറ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ടിബറ്റിലേക്ക് പോയ ഫീലായിരുന്നു. നിറയെ ടിബറ്റൻ ഫ്ലാഗും. സത്യം പറഞ്ഞാൽ ഞങ്ങളവിടെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ അന്വേഷിച്ചു, പക്ഷേ ഇവിടെ കൂടുതലും ഈ ചൈനീസ് ഫുഡുകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായില്ലേ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന, അപ്പോൾ നമ്മൾ നല്ല എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റിയ ഫുഡൊന്നും അവിടെ നിന്ന് കിട്ടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇതെല്ലാം കണ്ടു. അപ്പോൾ നമ്മുടെ കൂടെ അവരുടെ ട്രാവൽസിൽ ഒരാളുണ്ടായിരുന്നു. അയാളിങ്ങനെ നമുക്കിങ്ങനെ ഓരോ ഹോട്ടൽസൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ പറ്റിയ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. പിന്നെ സ്ട്രീറ്റിൽ ഇങ്ങനെ ആൾക്കാർ ഡ്രസ്സുകളും അതും ഇതൊക്കെ ആയിട്ട് വിൽക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ നമ്മളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങളൊരു ഫ്രഷ് ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റിയ ജ്യൂസ്, സാൻഡ്വിച്ചസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കോൾഡ് കോഫി ഓർഡർ ചെയ്തു. അപ്പോൾ അതങ്ങനെ കുടിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങി. എന്നാലും ഫുഡൊന്നും കഴിച്ചില്ല, അതൊരു ചെറിയ ഷോപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുട്ടി പർച്ചേസിംഗ് ഒക്കെ നടത്തി പുറത്തിറങ്ങിയിട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ഒരു ഹിമാലയൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ താളി ഓർഡർ ചെയ്തു. താളിയിൽ പക്ഷേ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നമ്മുടെ ബസ് വന്നു കേട്ടോ. 6:30-ക്ക് തന്നെ കറക്റ്റായിട്ട് ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. ആൾക്കാരൊക്കെ കയറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ബസ് കയറിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വ്ളോഗ്സൊക്കെ നമുക്ക് മണാലിയിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ.